ഹലോ എവരിവൺ, എല്ലാവർക്കും എജു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ SSLC എക്സാം 2025 പാസ് മാർക്ക് എത്ര, അല്ലെങ്കിൽ A+ കിട്ടാൻ എത്ര മാർക്ക് വേണം, കൂടാതെ 40 മാർക്കിൻ്റെ പരീക്ഷയിൽ 35 കിട്ടിയാൽ എനിക്ക് A+ ലഭിക്കുമോ, അല്ലെങ്കിൽ 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 70 ലഭിച്ചാൽ A+ ലഭിക്കുമോ, കൂടാതെ മിനിമം എത്ര മാർക്ക് വേണം ജയിക്കാൻ തുടങ്ങിയ പല ഡൗട്ടുകളും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും കണ്ടുവരുന്നു. അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. കൂടാതെ SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സുകൾക്കും +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾക്കുമായി എജു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിൽ അംഗമാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. മാത്സ്, സോഷ്യൽ, അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് എന്നീ 3 വിഷയങ്ങൾ 80 മാർക്കിലാണുള്ളത്. അപ്പോൾ ഇതിനെല്ലാ വിഷയത്തിനും 20 മാർക്കാണ് CE ആയി മാക്സിമം ലഭിക്കാറുള്ളത്. അതിൽ 20 മാർക്കും ലഭിച്ചൊരു വിദ്യാർത്ഥിക്ക് അപ്പോൾ ടോട്ടൽ 100 മാർക്കിനായിരിക്കും മാർക്ക് വരുന്നത്. അപ്പോൾ 90നും 100നും ഇടയിൽ ലഭിച്ച കുട്ടിക്ക് A+ ഗ്രേഡ് ലഭിക്കുന്നതായിരിക്കും. 80നും 89നും ഇടയിൽ ലഭിച്ച കുട്ടിക്ക് A ഗ്രേഡ്, 70നും 79നും ഇടയിൽ ലഭിച്ച വിദ്യാർത്ഥിക്ക് B+ ഗ്രേഡ്, 60 69 ആണെങ്കിൽ B ഗ്രേഡ്, 50 59 ആണെങ്കിൽ C+ ഗ്രേഡ്, 40 49 ആണെങ്കിൽ C ഗ്രേഡ്, 30 39 ആണെങ്കിൽ D+ ഗ്രേഡ്. ബാക്കി 20 29 മാർക്കിനിടയിലാണെങ്കിൽ D, 0നും 19നും ഇടയിലുമാണെങ്കിലും E ഗ്രേഡാണ്. ഇതിൽ D+ വരെയാണ് പാസ് മാർക്ക്, അതായത് മിനിമം D+ ലഭിച്ച വിദ്യാർത്ഥി മാത്രമാണ് പാസ്സാകുന്നത്. അപ്പോൾ തന്നെ 20 മാർക്കും ആ കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഇതിൻ്റെ മിനിമം ആയിട്ടുള്ള 30 എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 20 മാർക്ക് ആ കുട്ടിക്ക് CE മാർക്കായി ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കുട്ടി 20 മാർക്കും CE മേടിച്ച ഒരു കുട്ടി 80 മാർക്കിൻ്റെ പരീക്ഷയിൽ മിനിമം 10 മാർക്കാണ് മേടിക്കേണ്ടതായിട്ടുള്ളത്. അതായത് മിനിമം പാസ്സാകാനുള്ള മാർക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 10 മാർക്ക് എഴുതി ലഭിക്കുകയും കൂടാതെ 20 മാർക്ക് CE ലഭിക്കുകയും ചെയ്താൽ ആ കുട്ടി പാസ്സാവുന്നതായിരിക്കും. പക്ഷേ അഥവാ ആ കുട്ടിക്ക് 18 അല്ലെങ്കിൽ 19 മാർക്കാണ് ലഭിക്കുന്നത് എങ്കിൽ ആ മാർക്ക് നമ്മൾ എഴുതി മേടിക്കേണ്ടതായിട്ട് വരും. കാരണം അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ 11 മാർക്ക് ലഭിച്ചാൽ മാത്രമേ ആ കുട്ടി പാസ്സാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ CE മാർക്കും അതോടൊപ്പം തന്നെ നമ്മൾ എഴുതി മേടിക്കുന്ന മാർക്കും കൂടെ കൂട്ടി മിനിമം 30 മാർക്ക് ലഭിച്ചാൽ മാത്രമേ SSLC പരീക്ഷയിൽ 80 മാർക്കുള്ള വിഷയത്തിൽ പാസ്സാകാൻ സാധിക്കുകയുള്ളൂ. A+ ലഭിക്കാനായി 80ൽ 70 മാർക്ക് മേടിച്ചാൽ മതിയാകും. A+ മാർക്ക് മേടിക്കാൻ 80ൽ 70 മാർക്ക് ലഭിക്കുന്ന കുട്ടിക്ക് A+ ലഭിക്കുന്നതായിരിക്കും 20 മാർക്ക് CE മാർക്ക് ലഭിച്ചാൽ. അപ്പോൾ 80 മാർക്കിൻ്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്തതായി ബാക്കിയുള്ള ഈ 3 വിഷയങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും IT ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും 50 മാർക്കിലാണ് ടോട്ടലായി വരിക. ഇതിൽ 10 മാർക്ക് CE ആയി ലഭിക്കുന്ന മാർക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ 45നും 50നും ഇടയിൽ മാർക്ക് മേടിച്ചാൽ A+, 40നും 45നും ഇടയിൽ മേടിച്ചാൽ A ഗ്രേഡ്, 35 39 ഇടയിൽ മേടിച്ചാൽ B+, തുടങ്ങി ഇങ്ങനെയാണ് ഗ്രേഡുകളുടെ ഒരു ക്രമം പോകുന്നത്. അപ്പോൾ ഇവിടെയും മിനിമം D+ മാർക്ക് ലഭിച്ചാൽ മാത്രമേ കുട്ടി പാസ്സാകുകയുള്ളൂ. അതായത് 15നും 19നും ഇടയിൽ കുട്ടി, അതായത് 10 മാർക്ക് CE മാർക്ക് ലഭിച്ചൊരു കുട്ടി 15നും 19നും ഇടയിൽ മാർക്ക് ഉറപ്പായും ഉണ്ടായിരിക്കണം. അതായത് ആ കുട്ടിക്ക് 5 മുതൽ 9 മാർക്ക് വരെ എഴുതി ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ നിന്നും 10 മാർക്കിനനുസരിച്ച് കുറയുന്നതനുസരിച്ച് 6 മാർക്ക് 7 മാർക്ക് അങ്ങനെ എഴുതി മേടിക്കുന്ന ഭാഗത്ത് കൂട്ടി മേടിക്കേണ്ടതായിട്ട് വരും. അതായത് ഇങ്ങനെ വരുമ്പോൾ 40ൽ ആ കുട്ടി 35 മാർക്ക് മേടിച്ചാൽ A+ ലഭിക്കുന്നതാണ്. 35 + 10 45 ആകും. അപ്പോൾ A+ ലഭിക്കും. അങ്ങനെയാണ്. അപ്പോൾ അതായത് ഒരു കൺക്ലൂഷനായി 10 മാർക്ക് CE ലഭിച്ചൊരു കുട്ടി 35 മാർക്ക് മേടിച്ചാൽ തന്നെ
A+ ലഭിക്കുന്നതായിരിക്കും. 30 മേടിച്ചാൽ A ഗ്രേഡ് തുടങ്ങി ഇതുപോലെ 5 മാർക്കിന് വെച്ച് ഗ്രേഡുകളുടെ എണ്ണം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പാസ് മാർക്കായി വരുന്നത് 5 മാർക്കാണ് 40-ൽ. അതോടൊപ്പം തന്നെ 80 മാർക്കിനുള്ള പരീക്ഷയിൽ 10 മാർക്ക്. ഇവിടെ 5 മുതൽ 9 വരെയാണ് മേടിക്കേണ്ടത്. ഇവിടെ 5 മുതൽ 15 വരെ. അപ്പോൾ ഇത്രയും മാർക്ക് മേടിച്ചാൽ തന്നെ നിങ്ങൾക്ക് SSLC പരീക്ഷയിൽ A+ അല്ലെങ്കിൽ പാസ്സാകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ എഴുതിയുള്ള മാർക്ക് ഉറപ്പായി നിങ്ങൾക്ക് ലഭിക്കും. അല്ലാതെ മാർക്ക് കുറയ്ക്കാനൊന്നും ഏത് അധ്യാപകനും ശ്രമിക്കുകയില്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.